ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് ചുറ്റും എപ്പോഴുമുള്ള പക്ഷെ നമ്മൾ അധികം ശ്രദ്ധിക്കാത്ത ഒരു കാര്യത്തെപ്പറ്റിയാണ്. ഒരു തരം അദൃശ്യ ശക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അഡ്മിനിസ്ട്രേഷൻ. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. എങ്ങനെയാ ഈ വലിയ വലിയ കമ്പനികളൊക്കെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നത്? സർക്കാരുകൾ എങ്ങനെയാ ഇത്രയും കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? എന്തിന്, നമ്മുടെ നാട്ടിലൊരു ചെറിയ ഉത്സവം പോലും ഒരൊറ്റ പ്രശ്നവുമില്ലാതെ നടന്നുപോകുന്നത് കാണാറില്ലേ? ഇത്രയും ആളുകൾ ഒരുമിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊന്നും താറുമാറാകാതെ നോക്കുന്ന ആ ഒരു സംഭവം, അതെന്താണ്? അതിനുള്ളുത്തരമാണ് അഡ്മിനിസ്ട്രേഷൻ. സത്യം പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കിയ വലിയ വലിയ നേട്ടങ്ങൾക്ക് പിന്നിലൊക്കെയുള്ള ഒരു ഇൻവിസിബിൾ മെഷീൻ പോലെയാണിത്. നമ്മളിത് നേരിട്ട് കാണുന്നില്ല എന്നേയുള്ളൂ. പക്ഷേ ഈ മെഷീൻ ഒന്ന് നിന്നാൽ നമ്മുടെ ലോകത്ത് പലതും നിന്നുപോകും. ശരി, അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം, അല്ലേ? എന്താണ് ഈ അഡ്മിനിസ്ട്രേഷൻ എന്ന വാക്കിൻ്റെ ശരിക്കുള്ള അർത്ഥം? ഈ വാക്കിന്റെ ഒറിജിൻ വരുന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കേട്ടോ. ആഡ് എന്നും മിനിസ്ട്രേറെ എന്നും രണ്ട് വാക്കുകൾ. അത് രണ്ടും ചേരുമ്പോൾ കിട്ടുന്ന അർത്ഥം വളരെ സിമ്പിളാണ്. ആളുകളെ നോക്കുക, അല്ലെങ്കിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അത്രയുള്ളൂ. അപ്പോൾ അതിന്റെ ബേസ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. പ്രശസ്തനായ ലൂഥർ ഗുളിക് ഇതിനൊരു അടിപൊളി നിർവചനം കൊടുത്തിട്ടുണ്ട്. കൃത്യമായ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. സിമ്പിളായി പറഞ്ഞാൽ അതാണ് അഡ്മിനിസ്ട്രേഷൻ. ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അത് നേടുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയേണ്ടത്? വെറുതെ പോയി നിന്നാൽ മതിയോ? പോരാ, അതിനൊരു പ്രത്യേക ടൂൾ കിറ്റ് തന്നെയുണ്ട്. നമുക്ക് ആ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ? ഈ അഡ്മിനിസ്ട്രേഷന്റെ പ്രധാന ജോലികളെല്ലാം ഒറ്റ വാക്കിൽ ഒതുക്കിയിട്ടുണ്ട്. ഓർത്തുവയ്ക്കാൻ എളുപ്പത്തിന്: POSDCORB. അയ്യോ, ഇതെന്തോ വലിയ സംഭവമാണെന്ന് വിചാരിച്ച് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. അപ്പോൾ ഈ ടൂൾ കിറ്റിലെ ആ 7 പണിയായുധങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. പ്ലാനിംഗ്. 2. ഓർഗനൈസിംഗ്. പിന്നെ സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ്, അവസാനം ബഡ്ജറ്റിംഗ്. ഇനി ഇവയോരോന്നും എന്താണെന്നും ഇതെല്ലാം എങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുവെന്നും നമുക്ക് വിശദമായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ P, പ്ലാനിംഗ്. ഇതാണ് ഫൗണ്ടേഷൻ. എങ്ങോട്ട് പോണം, എങ്ങനെ പോണം എന്നതിനൊരു രൂപരേഖ ഉണ്ടാക്കുക. ഒരു ഉദാഹരണം പറഞ്ഞാലേ, ഒരു സിറ്റി വലുതാവുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് അവിടെ എത്ര വണ്ടികൾ വരാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടിയിട്ട് പുതിയ റോഡും പാലുമൊക്കെ പണിയുന്നില്ലേ? അതാണ് പ്ലാനിംഗ്. ഇതൊന്നുമില്ലെങ്കിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു ഭാഗ്യപരീക്ഷണം പോലെയാവും. ഒരു കിടിലൻ പ്ലാൻ പേപ്പറിലുണ്ടായാൽ മാത്രം മതിയോ? പോരല്ലോ, അത് നടപ്പിലാക്കണ്ടേ? അതിനു വേണ്ട കാര്യങ്ങൾ ഒരുക്കണം. അതാണ് അടുത്തത്. ഓർഗനൈസിംഗ്. അതായത് നമ്മുടെ പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ട ആളുകളെയും പണത്തെയും മറ്റ് സാധനങ്ങളെയുമൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യുക. ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക. ആരെന്ത് ചെയ്യണം, ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമാക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിലൊരു പ്ലാനുണ്ട്, ഒരു സ്ട്രക്ചറുമുണ്ട്. പക്ഷെ ഇതിനൊക്കെ ജീവൻ കൊടുക്കുന്നതാരാണ്? ആളുകൾ, അല്ലേ? അതാണ് S, സ്റ്റാഫിംഗ്. ശരിയായ പണിക്ക് ശരിയായ ആളെ കണ്ടെത്തുക. പിന്നെ അവരെ വെറുതെ ഇരുത്തിയാൽ പോരാ, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കണം, അവരെ വളർത്തണം. ഒന്നോർത്തു നോക്കൂ, നല്ല ആളുകളില്ലാതെ ലോകത്ത് ഏതു പ്ലാനാണ് വിജയിച്ചിട്ടുള്ളത്? അതുകൊണ്ട് തന്നെയാണ് സ്റ്റാഫിങ്ങിനെ ഒരു ഓർഗനൈസേഷന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. അടുത്തത് D, ഡയറക്റ്റിംഗ്. ആളുകളെ ജോലിക്ക് വെച്ചാൽ മാത്രം മതിയോ? പോരാ, അവരെ നയിക്കണം. ശരിക്കും ഒരു കപ്പലിന്റെ ക്യാപ്റ്റനെ പോലെ വഴി കാണിച്ചു കൊടുക്കണം. പ്രശ്നങ്ങൾ വരുമ്പോൾ ധൈര്യമായി തീരുമാനമെടുക്കണം. ടീമിന് മുന്നോട്ടു പോകാനുള്ള ഒരു സ്പാർക്ക് കൊടുക്കണം. ഇവിടെയാണ് ശരിക്കും ആക്ഷൻ തുടങ്ങുന്നത്. ഇനി വരുന്നത് CO, അതായത് കോർഡിനേറ്റിംഗ്. വലിയ കമ്പനികളിലൊക്കെ എപ്പോഴും പറ്റുന്നൊരു അബദ്ധമുണ്ട്. വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാത്തൊരവസ്ഥ. സെയിൽസ് ടീം ഒന്ന് ചെയ്യും, മാർക്കറ്റിംഗ് ടീം വേറൊന്ന് ചെയ്യും. ഓരോരുത്തരും ഓരോ ലോകത്ത്. ഈ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് കോർഡിനേഷൻ. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരുമിച്ച് നിർത്തുന്നൊരു സൂപ്പർ ഗ്ലൂ പോലെയാണിത്. എല്ലാവരും ഒരേ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പാക്കുക. അടുത്തത് R, റിപ്പോർട്ടിംഗ്. ശരി, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ പോകുന്നുണ്ടോയെന്ന് നമ്മൾ എങ്ങനെ അറിയും? അതിനാണ് റിപ്പോർട്ടുകൾ. നമ്മൾ എത്രത്തോളം മുന്നോട്ടു പോയി, എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ടു, എന്ത് ഫലം കിട്ടി എന്നൊക്കെ ബന്ധപ്പെട്ട എല്ലാവരെയും അറിയിക്കണം. ഇതൊരു വെറും പേപ്പർ വർക്കല്ല കേട്ടോ. ഇത് ട്രാൻസ്പറൻസി ഉണ്ടാക്കും, ആളുകൾക്ക് വിശ്വാസം വരും. ഏറ്റവും പ്രധാനം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുടക്കത്തിലേ കണ്ടുപിടിച്ച് തിരുത്താനും പറ്റും. അവസാനത്തത്, ഒരുപക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് B, ബഡ്ജറ്റിംഗ്. സിമ്പിളായി പറഞ്ഞാൽ പണം, അല്ലേ? ലോകത്തിലെ ഏത് വലിയ ഐഡിയയ്ക്കും ഓടണമെങ്കിൽ പണം എന്ന ഇന്ധനം വേണം. ആ പണം എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്നതിന് ഒരു കൃത്യമായ കണക്ക് വേണം. അപ്പോൾ ഈ പറഞ്ഞ പ്ലാനിംഗ് മുതൽ ബഡ്ജറ്റിംഗ് വരെയുള്ള 7 കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് POSDCORB എന്ന ഈ പവർഫുൾ ഫ്രെയിംവർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ശരി, ഈ POSDCORB ഒക്കെ കൊള്ളാം. പക്ഷേ ഇതൊക്കെ എവിടെയാണ് ഉപയോഗിക്കുന്നത്?
പ്രധാനമായിട്ടും 2 തരം ലോകങ്ങളിലാണ് നമ്മളിത് കാണുന്നത്. ഒന്ന് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, 2 പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഇവ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഒരു സൈഡില് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതായത് സർക്കാർ ഭരണം. അവരുടെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കലല്ല, ജനങ്ങളുടെ ക്ഷേമമാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജനങ്ങളോടൊരു ഉത്തരവാദിത്വമുണ്ട്, കുറേ നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഉണ്ടാകും. ഇനി മറ്റേ സൈഡിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഷൻ, അതായത് ബിസിനസ്. അവിടെ ഒന്നാം സ്ഥാനം ലാഭത്തിനും എഫിഷ്യൻസിക്കുമാണ്. അനാവശ്യമായ ചുവപ്പ് നാടയൊന്നും അധികം കാണില്ല. തീരുമാനങ്ങളൊക്കെ പെട്ടെന്ന് എടുക്കും. അപ്പോൾ ഒരു ചോദ്യം, ഈ POSD CORBിലെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രം മതിയോ ഒരു നല്ല അഡ്മിനിസ്ട്രേറ്റർ ആകാൻ? നിങ്ങൾക്കെന്താ തോന്നുന്നത്? ഉത്തരം പോരാ എന്നാണ്. ഇതിനെപ്പറ്റി ലൂയിസ് മരിയം പറഞ്ഞൊരു ഉപമയുണ്ട്, ഭയങ്കര രസമാണ്. അദ്ദേഹം പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കത്രിക പോലെയാണെന്നാണ്. ഒരു കത്രികയ്ക്ക് മുറിക്കണമെങ്കിൽ 2 ബ്ലേഡ് വേണ്ടേ? അതുപോലെ. അപ്പോൾ എന്താണ് ഈ കത്രികയുടെ 2 ബ്ലേഡുകൾ? ഒരു ബ്ലേഡ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ആ POSD കോർബ് ടെക്നിക്കുകളാണ്, അതായത് എങ്ങനെ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള അറിവ്. പക്ഷേ രണ്ടാമത്തെ ബ്ലേഡാണ് ശരിക്കും കളി മാറ്റുന്നത്. അത് നിങ്ങൾ ജോലി ചെയ്യുന്ന വിഷയത്തെപ്പറ്റിയുള്ള അറിവാണ്. ഉദാഹരണത്തിന്, ഒരു ഹോസ്പിറ്റൽ മാനേജ് ചെയ്യുന്ന ആൾക്ക് POSD കോർബ് മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ. അയാൾക്ക് ഹോസ്പിറ്റലുകളെക്കുറിച്ചും ആരോഗ്യരംഗത്തെക്കുറിച്ചും നല്ല അറിവുണ്ടാവണം. ഈ 2 ബ്ലേഡുകൾക്കും ഒരേപോലെ മൂർച്ചയുണ്ടെങ്കിലേ ആ കത്രിക കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. ഏത് ഓർഗനൈസേഷൻ എടുത്താലും ഈ അഡ്മിനിസ്ട്രേഷന് പല ലെവലുകളുണ്ട്. ഏറ്റവും ടോപ്പിൽ CEOമാരും മന്ത്രിമാരുമൊക്കെ. അവർ വലിയ വലിയ തീരുമാനങ്ങളെടുക്കും, കമ്പനിയുടെ മൊത്തത്തിലുള്ള ദിശ തീരുമാനിക്കും. അതിൻ്റെ താഴെ വരും മിഡിൽ മാനേജർമാർ. അവരുടെ പണി ഈ വലിയ തീരുമാനങ്ങളെ ചെറിയ പ്രായോഗിക പ്ലാനുകളാക്കി മാറ്റുക എന്നതാണ്. പിന്നെ ഏറ്റവും താഴെ സൂപ്പർവൈസർമാർ. അവർ ദിവസേനയുള്ള കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ടോയെന്ന് നോക്കും. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മളെ എന്താ മനസ്സിലാക്കേണ്ടത്? അഡ്മിനിസ്ട്രേഷൻ എന്നത് ഒറ്റപ്പെട്ടൊരു കാര്യമല്ല, അതൊരു യൂണിവേഴ്സൽ ടൂൾ കിറ്റ് പോലെയാണ്. ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് കമ്പനി ആയാലും ഇത് ഉപയോഗിക്കാം. പക്ഷെ ഓർക്കേണ്ട ഒരേയൊരു കാര്യം, ഇത് ശരിക്ക് വർക്ക് ചെയ്യണമെങ്കിൽ 2 കാര്യങ്ങൾ വേണം. കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള പ്രോസസ്സും എന്ത് ചെയ്യണം എന്നുള്ള വിഷയത്തെപ്പറ്റിയുള്ള അറിവും. ആ കത്രികയുടെ 2 ബ്ലേഡുകൾ പോലെ. ഇപ്പോൾ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാനുള്ള ഈ ഒരു ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഓഫീസിലൊരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും പ്ലാൻ ചെയ്യുന്നതിൽ, എന്തിനു പറയുന്നു, ഒരു ടൂറ് പോകുമ്പോൾ പോലും നമ്മൾ ഈ പറഞ്ഞ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഒക്കെ ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേഷൻ തത്വങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത്? ഈ ഒരു പുതിയ കണ്ണോടെ ചുറ്റുമൊന്ന് നോക്കിയാൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത തവണ കാണുന്നതുവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക.